ഉപകരണങ്ങളോടെ ഈ അൽത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. നിന്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ പോലും അറിയുന്നൊരു ദൈവം ഈ അൽത്താരയിലുണ്ട്. എന്തിനു വേണ്ടിയാ നിന്റെ ഹൃദയം തുടിക്കുന്നതെന്ന് പോലും നിന്റെ കർത്താവിനറിയാം. നിനക്ക് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയവുമായി ഈ അൽത്താരയിൽ നിന്റെ ദൈവമുണ്ട്. മോളെ, ഇന്നോളം നീ അനുഭവിച്ച സ്നേഹങ്ങൾ, ഇന്നോളം നീ സ്വന്തമാക്കിയെന്ന് കരുതിയ സ്നേഹങ്ങളൊന്നും ഈ സ്നേഹത്തെക്കാളും വലുതായിരുന്നില്ല. ഇന്നോളം നിന്നെ കൈപിടിച്ചു എന്ന് നീ കരുതിയവരൊന്നും കർത്താവിൻ്റെ കരുതലോളം വന്നിട്ടില്ല, വരില്ല. നിന്നെ അതുപോലെ സ്നേഹിക്കുന്ന, നിന്നെ അതുപോലെ കരുതുന്ന കർത്താവ് ഈ അൽത്താരയിലുണ്ട്. കണ്ണു തുറന്ന് ജീവനുള്ള വിശ്വാസത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് കർത്താവിനെ കാണുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതില്ല. ഈ നിമിഷങ്ങളിൽ ഹൃദയ മനസ്സൊക്കെ ഏതാനും നിമിഷം ഒന്ന് ശാന്തമാക്കാം. സങ്കീർത്തകൻ പറഞ്ഞു നോക്കിക്കേ, നീ കർത്താവിൽ ആനന്ദിക്ക്, അപ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും. നമ്മളിങ്ങനെ കുറേ ആഗ്രഹങ്ങളും കുറേ നിയോഗങ്ങളും കുറേ പ്രാർത്ഥനാ വിഷയങ്ങളും ഇത് തന്നെ നിരന്തരം വചനത്തിൻ്റെ സമയത്തും ആരാധനയുടെ സമയത്തൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തമ്പുരാൻ പറയുന്നത് എന്നാണെന്നറിയാവോ? തമ്പുരാൻ പറയുന്നു, നീ എന്നിൽ ആനന്ദിക്കുക, നീ എന്നിൽ സന്തോഷിക്കുക. അതാ കർത്താവ് പറയുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടന്നു പോകുന്ന ആ പ്രയാസം, പ്രതിസന്ധി, അലട്ടുന്ന വിഷയം എന്തു ആകട്ടെ, അതിനേക്കാൾ ഉപരി നീ എന്നിൽ ഒരു ആനന്ദം കണ്ടെത്ത്. ലോകം തരുന്ന ഭാരത്തേക്കാൾ അപ്പുറം ഞാൻ തരുന്ന സമാധാനവും ആനന്ദവും ആയിരിക്കണം നിന്നെ ഭരിക്കേണ്ടതെന്നല്ലേ ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത്? ഉള്ളിലൊരു ആനന്ദം നിറയട്ടെ. നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അറിയുമ്പോൾ നിറയുന്നൊരാനന്ദമുണ്ടല്ലോ. നിനക്ക് വേണ്ടി, നിനക്ക് നിത്യത തരാൻ വേണ്ടി, നിനക്ക് സ്വർഗം തരാൻ വേണ്ടി സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിലേക്ക് വന്നിട്ട്, മക്കളെ, ഞാനും നിങ്ങളും കടന്നു പോകുന്ന സകല വേദനകളും അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ അനുഭവിച്ച ഈശോ ഇതാ നമ്മുടെ കൂടെയുണ്ടെന്നറിയുമ്പോൾ വലിയൊരു ആശ്വാസമല്ലേ, വലിയൊരു ആനന്ദത്തിൻ്റെ കാരണമല്ലേ? നമ്മുടെ വേദനകളൊക്കെ തമ്പുരാന്റെ സഹനത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ മക്കളെ, നമുക്ക് ആനന്ദിക്കാൻ പറ്റും. നമ്മുടെ ചെറുതും വലുതുമായ നൊമ്പരങ്ങളൊക്കെ തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഒരാനന്ദമായിട്ടത് മാറും. തമ്പുരാനിൽ നീ ആനന്ദിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ സകല വേദനകളുടെ നടുവിലും ദൈവത്തെ ആരാധിക്കാനും ആനന്ദിക്കാനും നീ ആരംഭിക്കുമ്പോൾ, വചനം പറഞ്ഞില്ലേ, വാഗ്ദാനം ചെയ്തില്ലേ, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അവിടെ നിന്ന് സാധിച്ചു തരും. ഇറ്റ്സ് എ പ്രോമിസ്. തമ്പുരാൻ അത് ഫുൾഫിൽ ചെയ്തോളും. പക്ഷെ നീ ചെയ്യേണ്ടത്, നീ കർത്താവിൽ ആനന്ദിക്കുക. എന്നിട്ട് സങ്കീർത്തകൻ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിച്ച് നന്മ ചെയ്യേ, അപ്പോൾ നിനക്ക് വേണ്ട സംരക്ഷണം ഈ ഭൂമിയിൽ തരും. ഈ ഭൂമിയിൽ നീ സുരക്ഷിതനായി ജീവിക്കണോ? ദൈവത്തിൽ വിശ്വസിക്കുക. ജീവിക്കുന്നവനായ കർത്താവിൽ നീ ആശ്രയിക്കുക, വിശ്വസിക്കുക. എന്നിട്ട് ഈ ജീവിതം കൊണ്ട്, കൊച്ചു ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നീ ചെയ്യുക. അത് അർഹതപ്പെട്ടവർക്ക് നിഷേധിക്കാതിരിക്കുക. നിന്റെ കുടുംബക്കാരാകട്ടെ, നിന്റെ ഭവനത്തിലുള്ളവരാകട്ടെ, നിന്റെ അയൽവാസികളാകട്ടെ, ആരുമാകട്ടെ, നിനക്ക് ദൈവം തന്ന നന്മകളുണ്ടല്ലോ. ദൈവം നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത നിരവധിയായ നന്മകളുണ്ടല്ലോ.
അത് കർത്താവിലുള്ള വിശ്വാസത്തിലും ആശ്രയത്വത്തിലും മുന്നോട്ട് പോകുമ്പോൾ ആ നന്മയിൽ തുടരാൻ ദൈവം നമ്മളെ അനുവദിക്കും. അങ്ങനെ തുടരുമ്പോൾ വചനം പറയുകയാണ്, ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം, ഈ ഭൂമിയിൽ നിനക്ക് സുരക്ഷിതനായി വസിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നീ ഭരമേൽപ്പിക്കുക, എല്ലാ വിഷയങ്ങളും കർത്താവ് നോക്കും. ഇത്രമാത്രം വാഗ്ദാനങ്ങൾ തമ്പുരാൻ തന്നിട്ട്, ഇത്രമാത്രം ദൈവം നമ്മോട് സംസാരിച്ചിട്ട് എന്തിന് നമ്മൾ ഇതുപോലെ ഭാരപ്പെടണം, അസ്വസ്ഥപ്പെടണം? എന്തിന് നമ്മൾ ദുഷ്ടനെ നോക്കി അസൂയപ്പെടണം? അവന്റെ വളർച്ചയിൽ നമ്മൾ എന്തിന് അസ്വസ്ഥരാകണം? നമ്മൾ സ്വന്തമാക്കിയത് ഒരു ദൈവത്തെ തന്നെയല്ലേ? ദുഷ്ടൻ സ്വന്തമാക്കിയത് ദൈവാനുഗ്രഹമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമാക്കിയത് ദൈവത്തെ തന്നെയല്ലേ? അതിലല്ലേ നമ്മൾ ആനന്ദിക്കേണ്ടേ? അതിലല്ലേ നമ്മൾ സന്തോഷിക്കേണ്ടേ? ഒത്തിരി സമ്പന്നതയുടെ നടുവിലായിരിക്കുന്ന എത്രയോ മക്കള് ഇന്ന് നിരാശയിലും വേദനയിലും കണ്ണുനീരിന്റെ നടുവിലും കഴിയുന്നവരുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം മനോഹരമായിട്ട് തോന്നുമ്പോഴും അവരുടെ ജീവിതത്തിലേക്കൊന്ന് പ്രവേശിച്ച് നോക്കിക്കേ, എന്തെല്ലാം പ്രയാസങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളും. ചിലപ്പോൾ ഉറങ്ങിയിട്ട് പോലും മാസങ്ങളായിട്ടുണ്ട്, സമാധാനത്തോടെ ആ ഭവനത്തിൽ കിടന്നുറങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാകാം. അതുകൊണ്ട് ബാഹ്യരൂപത്തിൽ മനുഷ്യൻ ശ്രദ്ധിക്കുമ്പോൾ ഹൃദയഭാവത്തിലാണ് ദൈവം ശ്രദ്ധിക്കുക. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടേ, എന്നിട്ട് പൂർണ്ണമായ വിശ്വാസം തമ്പുരാനെ കൊടുത്തേ, തമ്പുരാനെല്ലാം കൂടെ ആനന്ദിച്ചേ. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതാണല്ലോ ആനന്ദത്തിൻ്റെ കാരണം. ദൈവം തരുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, ദൈവം എൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദൈവം ഉണ്ടല്ലോ, ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇതാണ് എൻ്റെ ആനന്ദത്തിന്റെ കാരണം, ഇതാണ് എൻ്റെ ആനന്ദത്തിന്റെ വിഷയം. ആ കർത്താവ് കൂടെ ഉണ്ടല്ലോ. ഇയാൾ താരയിൽ നിന്റെ കൂടെയുണ്ട്, ഇതാ നിന്റെ ചാരയാ ദൈവമുണ്ട്. ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും ഏതാനും നിമിഷം ഈശോയെ സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഈശോയെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഈശോയെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിന്റെ എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആനന്ദത്തോടെ കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയാണൻ ജീവിതം. ആമേൻ. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. പാർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. പാർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. നിങ്ങളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ